വിശ്വനാഥ, ആ ബാലൻ ഗണേശനാണ്. അങ്ങയുടെയും ദേവി പാർവതിയുടെയും പുത്രൻ. അവന് ജീവൻ നൽകണം ദേവേശ്വര. അല്ലാതെ ദേവി പാർവതിയുടെ സംഹാരരോഷം നിലയ്ക്കില്ല പ്രഭു. ആ അഹംഭാവി ബാലനെ വധിക്കുക എന്റെ ഉദ്ദേശമായിരുന്നില്ല. പക്ഷെ അവന്റെ ഭയങ്കരമായ യുദ്ധമോഹം മാറ്റേണ്ടത് ആവശ്യമായിരുന്നു. എനിക്കറിയാം ഗണേശൻ ശക്തി സ്വരൂപിണി പാർവതിയുടെ പുത്രനാണെന്ന്. അവനെ പുനർജീവിപ്പിക്കുക തന്നെ വേണം. ആ ശുഭകർമ്മം അങ്ങ് തന്നെ ചെയ്യണം ദേവേശ്വര. നാം എല്ലാവരും ഇച്ഛിക്കുന്നു ബാലൻ ഗണേശൻ പുനർജീവിക്കണമെന്ന്. അതിനാൽ ഈ കാര്യം നാം എല്ലാവരും ചേർന്ന് ചെയ്യാം. ആരംഭം ശ്രീഹരി വിഷ്ണു ആകട്ടെ. ഞാൻ എന്തു ചെയ്യണം പരമേശ്വര? താങ്കൾ ഉത്തരദിശയിലേക്ക് പോകണം. മാർഗമധ്യത്തിൽ താങ്കൾ ആദ്യം ഏതു ജീവിയെ കണ്ടുമുട്ടുന്നുവോ അതിന്റെ മസ്തകം ഛേദിച്ചു കൊണ്ടുവരണം. ഏതോ നിർദോഷ ജന്തുവിന്റെ മസ്തകം? ശേഷം കാര്യം സ്വയം തീരുമാനിക്കണം. ഒരു നിർദോഷി പ്രാണിയോടും അന്യായം ചെയ്തുകൂടാ. ഞാൻ പരിശ്രമിച്ചു നോക്കാം. താങ്കൾ ഉത്തരദിശയിലേക്ക് പോകണം. മാർഗത്തിൽ ആദ്യം കാണുന്ന പ്രാണിയുടെ ശിരസ് ഛേദിച്ചു കൊണ്ടുവരണം. ഇതാണ് ആദ്യത്തെ പ്രാണി. ഈ നിർദോഷിയുടെ മസ്തകം ഇത് ഐരാവതം തന്നെയാണ്. ഇത് നിർദോഷിയല്ല, ശാപഗ്രസ്തമാണ്. ഇത് സ്വർഗത്തിൽ നിന്ന് പൃഥ്വിയിൽ പതിച്ചതാണ്. ഇതിന്റെ മസ്തകം ബാലൻ ഗണേശന് യോജിച്ചതായിരിക്കും. ശ്രീഹരി വിഷ്ണുവിന്റെ ചരണങ്ങളിൽ ഐരാവതത്തിന്റെ കോടി കോടി പ്രണാമം. അങ്ങയുടെ കരങ്ങളാൽ എനിക്ക് മോക്ഷം ലഭിച്ചു. ഞാൻ ശാപമുക്തനായി തീർന്നു ഭഗവാൻ. നിന്റെ ശാപകാലം പൂർത്തിയായി ഐരാവതമേ. വിധിയുടെ വിധാനത്തിൽ ഓരോ നിമിഷവും പൂർവ്വനിശ്ചിതമായിരിക്കുന്നു. ഭഗവാൻ പരമശിവനാൽ ഗണേശന്റെ ശിരസ് ഛേദിക്കുക. അദ്ദേഹത്തിന്റെ ആജ്ഞ അനുസരിച്ച് ഞാൻ ഉത്തരദിശയിലേക്ക് യാത്ര ചെയ്ത് നിന്റെ മസ്തകം ഛേദിക്കുക. ഇവ വെറും സംഭവങ്ങളല്ല, പൂർവ്വനിശ്ചിത കാര്യങ്ങളും കാലഗണനയും കർമ്മഫലവും അനുസരിച്ച് നടന്നവയാണ്. പോകൂ, സ്വർഗത്തിലേക്ക് പോകൂ. അവിടുത്തെ കൃപ കൊണ്ട് എനിക്ക് സ്വർഗത്തിൽ വീണ്ടും സ്ഥാനം ലഭിക്കും പ്രഭു. പോയിക്കൊള്ളൂ സ്വർഗത്തിലേക്ക്. എനിക്ക് കൈലാസത്തിൽ പോകണം. ഗണേശ, ചെല്ലു, നിന്റെ പിതാവിനെ പ്രണമിക്കൂ മകനെ. ഗണേശൻ ഗജാനനൻ ആയി.
ഗണേശൻ ഗജാനനൻ ജയിക്കട്ടെ! ഗണേശൻ ഗജാനനൻ ജയിക്കട്ടെ! ഗണേശൻ ഗജാനനൻ ജയിക്കട്ടെ! പാർവതി, നിന്റെ ഒരാവശ്യം പൂർത്തിയായി. ഇനിയും ഒന്ന് ശേഷിക്കുന്നു. അതുകൂടി പൂർത്തിയാക്കിയാലും സ്വാമി. ആ, ഇന്നു മുതൽ ഗജാനനൻ ഗണേശൻ ദേവന്മാരിൽ പ്രഥമ പൂജനീയനാകും. ഞാനിതാ അത് ഉദ്ഘോഷിക്കുന്നു. ഗജാനനൻ ഗണേശനെ പൂജിക്കാതെ ആരെങ്കിലും മറ്റേതെങ്കിലും ദേവനെ പൂജിച്ചാൽ ആ പൂജ ദേവന്മാർക്ക് സ്വീകാര്യമായിരിക്കില്ല. അതായത് ഗജാനനൻ ഗണേശൻ സർവപ്രഥമ പൂജനീയനായ ദേവനായിത്തീരും. തീർച്ചയായും സർവപ്രഥമ പൂജനീയ ദേവൻ ഗണേശനായിരിക്കും. പ്രഥമ പൂജനീയ ദേവൻ ഗജാനനൻ ജയിച്ചാലും ശ്രീ ഗണേശായ നമ. പുത്ര ഗജാനന, സർവദേവന്മാരിലും പൂജനീയനായി തീർന്നു നീ. അതിനാൽ ഞാനിതാ ഇവിടെ ഉദ്ഘോഷിക്കുന്നു. ഏതൊരു മനുഷ്യൻ നിനക്ക് സിന്ദൂരം അർപ്പിക്കുന്നുവോ, ചന്ദനം പുഷ്പം ഇവ കൊണ്ട് നിന്നെ പൂജിക്കുന്നുവോ, അയാളുടെ സർവ്വ വിഘ്നങ്ങളും നശിപ്പിക്കപ്പെടും. ശ്രീ വിഘ്നേശ്വരായ നമ. പുത്ര ഗജാനന, നീ ഭാദ്രപാദം ശുക്ല ചതുർത്ഥി നാളിലാണ് ജന്മമെടുത്തത്. അതിനാൽ ഈ ദിവസം ഗണേശ ചതുർത്ഥി എന്ന പേരിൽ പ്രസിദ്ധമാകും. ഈ ദിവസം നിന്നെ പൂജിക്കുന്ന സകല ഭക്തന്മാർക്കും മംഗളകരമായിരിക്കും. ഗണേശ ഭഗവാൻ ജയിക്കട്ടെ! ഭഗവാൻ വിശ്വനാഥൻ ജയിക്കട്ടെ! ഗൗരിപുത്രൻ ഗജാനനൻ ഗണേശൻ ജയിക്കട്ടെ! जय जय गौरी पुत्र गणेशा, जय जय गौरी पुत्र गणेशा, जय जय गौरी पुत्र गणेशा, जय जय गौरी पुत्र गणेशा. सकल देवता पूजित देवा, सर्वाभीष्टदायक देवा, सकल देवता पूजित देवा, सर्वाभीष्टदायक देवा. जय जय गौरी पुत्र गणेशा, जय जय गौरी पुत्र गणेशा. विशालकाय मूषिक वाहन मोदक प्रिया देव गणेशा, जय जय चतुर्भुज अष्ट विनायक, हे लंबोदर हे गणनायक. नीये मंगल मूर्ति नीये देवा, नीये मंगल मूर्ति नीये देवा, लोक रक्षगणे. जय जय गौरी पुत्र गणेशा, जय जय गौरी पुत्र गणेशा. सिद्धिनादन नीये, सकल भाग्य विधाता नीये. नीये पोकु नीये तीर्कु कष्ट क्लेशं पाडे. जय जय गौरी पुत्र गणेशा, जय जय गौरी पुत्र गणेशा. नाशका सुखदायका लोकपालका दुःखहारका, निदानकर्ता
तारक हर्ता जय जय गौरी पुत्र गणेशा 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 सकल देवता पूजित देवा सर्वाभीष्टदायक देवा सकल देवता पूजित देवा सर्वाभीष्टदायक देवा जय जय गौरी पुत्र गणेशा जय जय गौरी पुत्र गणेशा जय जय गौरी पुत्र गणेशा जय जय गौरी पुत्र गणेशा